കേരളത്തിലെ സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികൾക്കും ഈ മേഖലയിലേക്ക് പുതുതായി കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്കും വലിയൊരു ആശ്വാസ വാർത്തയുമായാണ് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത്. പരിസ്ഥിതി സൗഹാർദ്ദ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നവർക്ക് ആകർഷകമായ സബ്സിഡി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പെട്രോൾ, ഡീസൽ വില വർധനവിൽ നട്ടം തിരിയുന്ന ഓട്ടോ തൊഴിലാളികൾക്ക് ഈ പദ്ധതി വലിയൊരു കൈത്താങ്ങാണ്. സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ചും എങ്ങനെ ഇതിലേക്ക് അപേക്ഷിക്കാമെന്നതിനെക്കുറിച്ചും നമുക്ക് വിശദമായി പരിശോധിക്കാം. ആഗോളതാപനവും വായുമലിനീകരണവും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി കേരള സർക്കാർ രൂപീകരിച്ച ഇ മൊബിലിറ്റി പ്രൊമോഷൻ ഫണ്ട് വഴിയാണ് ഈ സബ്സിഡി ലഭ്യമാക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉയർന്ന വില സാധാരണക്കാർക്ക് താങ്ങാവുന്നതിനും അപ്പുറമായതിനാൽ ആ ഭാരം കുറയ്ക്കാനാണ് സർക്കാർ ഇത്തരം സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നത്. ഈ പദ്ധതി പ്രകാരം ഒരു ഇലക്ട്രിക് പാസഞ്ചർ ഓട്ടോറിക്ഷ വാങ്ങുന്ന വ്യക്തിക്ക് 30,000 രൂപ വരെയാണ് സംസ്ഥാന സർക്കാർ സബ്സിഡി നൽകുന്നത്. ഇത് വാഹനത്തിന്റെ വിലയിൽ നേരിട്ട് കുറവ് വരുത്തുന്ന ഒന്നല്ല, മറിച്ച് അപേക്ഷ അംഗീകരിക്കപ്പെടുന്ന മുറയ്ക്ക് അർഹരായവരുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഡീലർ വഴി ക്രമീകരിക്കപ്പെടുന്ന തുകയാണ്. കേന്ദ്ര സർക്കാർ നൽകുന്ന PM E-ഡ്രൈവ് പദ്ധതിക്ക് പുറമെയാണ് കേരള സർക്കാർ ഈ അധിക സഹായം നൽകുന്നത്. അതായത് കേന്ദ്ര സംസ്ഥാന സബ്സിഡികൾ കൂടി ചേരുമ്പോൾ ഓട്ടോയുടെ വിലയിൽ വലിയൊരു മാറ്റം വരും. ഈ പദ്ധതിയിൽ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം. അപേക്ഷകൻ കേരളത്തിൽ സ്ഥിരതാമസമുള്ള ആളായിരിക്കണം. ഓരോ സാമ്പത്തിക വർഷവും നിശ്ചിത എണ്ണം, അതായത് ഉദാഹരണത്തിന് വാഹനം 1000 എണ്ണം അങ്ങനെയൊക്കെ ആയിരിക്കും ലഭിക്കുക. നിലവിൽ ഈ അറിയിപ്പ് പ്രകാരം ഇലക്ട്രിക് പാസഞ്ചർ ഓട്ടോറിക്ഷകൾക്കാണ് മുൻഗണന നൽകുന്നത്. സർക്കാർ അംഗീകരിച്ച കമ്പനികളുടെയും മോഡലുകളുടെയും വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് മാത്രമേ സബ്സിഡി ലഭിക്കുകയുള്ളൂ. ഈ സാമ്പത്തിക വർഷത്തിൽ അനുവദിക്കുന്ന സബ്സിഡി അപേക്ഷകളിൽ 500 എണ്ണം മാർച്ച് 15 മുൻപ് അപേക്ഷിക്കുന്ന വനിതകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ഈ സമയപരിധിക്കുള്ളിൽ നിശ്ചിത അപേക്ഷകൾ വനിതാ അപേക്ഷകളിൽ നിന്ന് ലഭ്യമാകാത്ത പക്ഷം ഇത് പൊതുവിഭാഗത്തിലേക്ക് മാറ്റുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അപേക്ഷാ നടപടികൾ പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ അപേക്ഷകർ നിർബന്ധമായും ശ്രദ്ധിക്കണം. മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ mvd.kerala.government.in വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റിലെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ സബ്സിഡി എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആധാർ നമ്പർ, മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ച് പ്രാഥമിക രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ, വിലാസം, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ കൃത്യമായി നൽകുക. ഏത് കമ്പനിയുടെ ഓട്ടോയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന വിവരങ്ങളും നൽകേണ്ടതുണ്ട്. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പർ സൂക്ഷിച്ചു വയ്ക്കണം. അപേക്ഷിക്കുമ്പോൾ കൈവശം വെക്കേണ്ട പ്രധാന രേഖകൾ എന്തൊക്കെയാണെന്ന് പറയാമിനി. ആധാർ കാർഡ് നിർബന്ധമാണ്. തിരിച്ചറിയൽ രേഖയായും വിലാസത്തിനായും ഇതാണ് നൽകേണ്ടത്. റേഷൻ കാർഡ് അടിസ്ഥാനമാക്കിയാണ് സാമ്പത്തിക നില പരിശോധിക്കുന്നത്. സബ്സിഡി തുക കൈമാറുന്നതിനായി ബാങ്ക് വിവരങ്ങൾ IFSC കോഡ് സഹിതം നൽകണം. ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. അപേക്ഷകന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആവശ്യമാണ്. വെറുമൊരു സബ്സിഡി മാത്രമല്ല, ഇലക്ട്രിക് ഓട്ടോകൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ ദീർഘകാലാടിസ്ഥാനത്തിൽ നിരവധി നേട്ടങ്ങളുണ്ട്. 1 ലിറ്റർ പെട്രോളിന് 100 രൂപയിലധികം നൽകുമ്പോൾ ഏതാനും യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ച് 100 കിലോമീറ്ററിലധികം യാത്ര ചെയ്യാം. പെട്രോൾ ഓട്ടോയുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രതിമാസം 10,000 രൂപ വരെ ലാഭിക്കാൻ ഇത് സഹായിക്കും. ഇലക്ട്രിക് വാഹനങ്ങളിൽ എഞ്ചിൻ, ഗിയർ ബോക്സ്, ക്ലച്ച് എന്നിവയില്ലാത്തതിനാൽ സർവീസ് ചിലവ് വളരെ കുറവാണ്. ഓയിൽ മാറേണ്ട ആവശ്യവുമില്ല. എഞ്ചിൻ ശബ്ദവും വിറയലും ഇല്ലാത്തതിനാൽ ഡ്രൈവർക്കും യാത്രക്കാർക്കും സുഖകരമായ യാത്രയും ലഭിക്കും. പുകയില്ലാത്തതിനാൽ നഗരങ്ങളിലെ വായുമലിനീകരണം കുറയ്ക്കാനും സഹായിക്കും. കേരളത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് റോഡ് ടാക്സിൽ വലിയ ഇളവുകൾ ലഭിക്കുന്നുണ്ട്. ഇതോടൊപ്പം ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ഇലക്ട്രിക് ഓട്ടോകൾക്കും സബ്സിഡി ലഭിക്കില്ല. കേന്ദ്ര സർക്കാരിന്റെ FAME ഇനത്തിൽപ്പെട്ട ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിക്കുന്ന ഹൈസ്പീഡ് വാഹനങ്ങൾക്കായിരിക്കും മുൻഗണന. വാഹനം വാങ്ങുമ്പോൾ ബാറ്ററിയുടെ വാറണ്ടി ഉറപ്പാക്കുക. നിങ്ങളുടെ വീടിനടുത്തോ ഓടുന്ന റൂട്ടിലോ KSEBയുടെ ചാർജിംഗ് സ്റ്റേഷനുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി ചാർജിംഗ് സ്റ്റേഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സബ്സിഡിക്ക് പുറമെ കുടുംബശ്രീ വഴിയോ അല്ലെങ്കിൽ SC/ST വകുപ്പ് വഴിയോ ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങാൻ പ്രത്യേക ധനസഹായ പദ്ധതികളുമുണ്ട്. സമുന്നതി പോലെയുള്ള പദ്ധതികൾ വഴി വനിതകൾക്കും ആകർഷകമായ വായ്പകളും സബ്സിഡികളും ലഭിക്കാറുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചിലപ്പോൾ വാഹന വിലയുടെ 75% വരെ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കുന്ന പ്രത്യേക സ്കീമുകളും നിലവിലുണ്ട്. കേരള സർക്കാർ KSEB വഴി സംസ്ഥാനത്തുടനീളം ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. മിക്ക പ്രധാന നഗരങ്ങളിലും KSEBയുടെ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളിൽ ലഭ്യമാണ്. ഇതിനു പുറമെ പോൾ മൗണ്ടഡ് ചാർജിംഗ് പോയിന്റുകളും ഓട്ടോകൾക്കായി പ്രത്യേകം തയ്യാറാക്കി വരുന്നുണ്ട്. ഇത് ഓട്ടോ ഡ്രൈവർമാർക്ക് തങ്ങളുടെ വാഹനം എളുപ്പത്തിൽ ചാർജ് ചെയ്യാൻ സഹായിക്കും. കേരളത്തിന്റെ പൊതുഗതാഗത മേഖലയിൽ ഒരു വിപ്ലവത്തിനാണ് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ തുടക്കമിടുന്നത്. ഈ സബ്സിഡി പദ്ധതി പ്രയോജനപ്പെടുന്നതിലൂടെ ഓട്ടോ ഡ്രൈവർമാർക്ക് തങ്ങളുടെ വരുമാനത്തിൽ ഗണ്യമായ വർധനവുണ്ടാക്കാൻ സാധിക്കും.
പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനോടൊപ്പം സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും ഈ മാറ്റം ആവശ്യമാണ്. അതുകൊണ്ട് അർഹരായവർ വൈകാതെ തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നന്ദി.